നമുക്കിന്ന് ഒരു 8 മാർക്കിനുള്ള വക ഉണ്ടാക്കിയാലോ? എക്സാമിന് എപ്പോഴും 8 മാർക്കിന് ചോദിക്കുന്നതാണ് അപ്രീസിയേഷൻ്റെ ക്വസ്റ്റ്യൻ. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് റിമെമ്പർ മീ എന്നുള്ള പാഠത്തിൻ്റെ അപ്രീസിയേഷൻ. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ടു റൈറ്റ് ദ അപ്രീസിയേഷൻ ഓഫ് റിമെമ്പർ മീ. ഫസ്റ്റ് പാരഗ്രാഫിൽ പോയിറ്റിനെ കുറിച്ച് ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. ആലിസ് വാക്കർ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ whose works are notable for their treatment of African American culture. അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള ആലിസ് വർക്കറിൻ്റെ വർക്ക്സിനെ കുറിച്ച്, കൃതികളെക്കുറിച്ചാണ് പറയുന്നത്. ദേ ആർ നോട്ടബിൾ, അവ ശ്രദ്ധയർഹിക്കുന്നതാണ്. എങ്ങനെ? ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചർ, ആഫ്രിക്കൻ അമേരിക്കൻ സംസ്കാരത്തിൻ്റെ പ്രതിപാദനം നമുക്ക് ഈ കൃതികളിൽ കാണാവുന്നതാണ്. ഹെർ വർക്ക്സ് സ്പീക്ക് ഔട്ട് അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷുവൽ അബ്യൂസ് ആൻഡ് റേസിസം. അവരുടെ കൃതികൾ എന്തിനെയെല്ലാം എതിർക്കുന്നതെന്നാണ്, അത് ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്തിനെതിരെ? എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, വീട്ടിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതായത് വീട്ടുപ്രശ്നങ്ങൾ, സെക്ഷുവൽ അബ്യൂസ്, അതുപോലെ തന്നെ റേസിസം, വർഗ വിവേചനം, ഇതിനെല്ലാം എതിരായിട്ടാണ് അവർ ശബ്ദിച്ചിട്ടുള്ളത്. ഷീ കോൾസ് ഹെർ സെൽഫ് വുമണിസ്റ്റ്. പുള്ളിക്കാരത്തി ഫെമിനിസ്റ്റ് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ടില്ല, അവരെ തന്നെ വിളിച്ചത് വുമണിസ്റ്റ് എന്നാണ്. കമ്മിറ്റഡ് ടു ഫ്രീയിങ് വുമൺ ഫ്രം ഓൾ സോർട്സ് ഓഫ് ഓപ്പറേഷൻ, എല്ലാ രീതിയിലുള്ള അടിച്ചമർത്തലിൽ നിന്നും. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അടിച്ചമർത്തൽ എന്നാണ്. സ്ത്രീകളെ മോചിപ്പിക്കുന്നതിൽ അവർ വളരെ കമ്മിറ്റഡ് ആയിരുന്നു. ദ പോയം റിമെമ്പർ മീ ഈസ് എ പ്രസൻറ്റേഷൻ ഓഫ് ആൻ ഓൺ ഗോയിങ് തീം ഓഫ് ആലിസ് വാക്കേഴ്സ് ലിറ്ററേച്ചർ. റിമെമ്പർ മീ എന്ന് പറയുന്നത്, അത് അവതരിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്നാണ്. ആൻ ഓൺ ഗോയിങ് തീം, അതിൻ്റെ തീം എന്ന് പറയുന്നത് അവരുടെ കൃതികളിൽ, അവരുടെ ലിറ്ററേച്ചറിൽ സ്ഥിരമായി കാണുന്ന ഒരു തീം തന്നെയാണ്. The writer lives in a society where African Americans are treated as slaves. അവർ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് അവിടുത്തെ കറുത്തവർഗക്കാരായ അമേരിക്കക്കാർ എപ്പോഴും അടിമകളെ പോലെ കാണപ്പെട്ടിരുന്ന ഒരു സൊസൈറ്റിയിലാണ്. ഹിയർ ഷീ ട്രൈസ് ടു പ്രസൻറ്റ്, ഇവിടെ അവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ദ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് എ ബ്ലാക്ക് ഗേൾ, ഒരു കറുത്തവർഗക്കാരിയായ പെൺകുട്ടിയുടെ വളരെ ശോഷിച്ച ഒരവസ്ഥ, മോശമായിട്ടുള്ളൊരവസ്ഥ. ആ കറുത്തവർഗക്കാരിയായ പെൺകുട്ടി എന്ന് പറയുന്നത് ഷീസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മെനി ഓഫ് ദാറ്റ് സോർട്ട്. ആ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ആ പെൺകുട്ടി ഒരു പ്രതിനിധിയാണ്, ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ആരുടെ? അതുപോലെയുള്ള ഒരുപാട് കുട്ടികളുടെ. ഷീ ഈസ് ലീഡിങ് എ ഹോപ്പ്ലെസ് ലൈഫ് ഇൻ എ വേൾഡ് ഡാർക്കൻഡ് ബൈ ഇൻജസ്റ്റിസ്. പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതം നയിക്കുകയാണ് അവൾ. ഇവിടെ ഇൻ എ വേൾഡ് ഡാർക്കൻഡ് ബൈ ഇൻജസ്റ്റിസ്, അനീതിയാൽ അന്ധകാരം പടർന്ന ഒരു ലോകത്ത്, അതായത് അനീതി പടർന്നു നിൽക്കുന്ന, ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തെ പ്രതിനിധിയായിട്ടാണ് ആ പെൺകുട്ടിയെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻ ദാറ്റ് വേൾഡ് ദ മാൻ ആൻഡ് ദ വൈറ്റ് ഡിസൈഡ്സ് എവരിത്തിങ്. ആ ഒരു ലോകത്ത് ആണുങ്ങളും, വൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് സ്കിൻഡ് പീപ്പിൾ, വെള്ളക്കാർ, അവരുമാണ് എല്ലാം നിശ്ചയിക്കുന്നത്. അവിടെ കറുത്തവർഗക്കാരിയായ ഒരു പെൺകുട്ടിക്ക് യാതൊരു റോളുമില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. റിമെമ്പർ മീ, ദ ഓട്ടോബയോഗ്രഫിക്കൽ പോയം is written in first person and there is an allusion to Walker's own childhood. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇതൊരു ഓട്ടോബയോഗ്രഫിയിൽ, ആത്മകഥാംശമുള്ള ഒരു പദ്യമാണ്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. ഐ എന്നാണ് പോയത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയാവുന്നത്. അതുപോലെ തന്നെ ദർ ഈസ് ആൻ അല്യൂഷൻ എന്ന് വെച്ചാൽ റെഫറൻസ് ഉണ്ട് ടു വാക്കേഴ്സ് ഓൺ ചൈൽഡ്ഹുഡ്, സ്വന്തം കുട്ടിക്കാലത്തെക്കുറിച്ച് ഒരു റെഫറൻസും ഇതിൽ പറയുന്നുണ്ട്. ദ പോയം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. പോയം എഴുതിയിട്ടുള്ളത് ഫ്രീ വേഴ്സിലാണ്. ഫ്രീ വേഴ്സ് എന്നുള്ള എന്താണ്? ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ റെഗുലർ റൈത്തമിക് പാറ്റേൺ, ഒരു റൈം സ്കീമോ ഒന്നുമില്ലാത്ത ഒരു പദ്യം. ദിസ് പോയം ഡീൽസ് വിത്ത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സം സോർട്ട് ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം. ഈ പോയം എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഡീൽസ് വിത്ത് ദ ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം. എങ്ങനെയുള്ള മാറ്റം? ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം, അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ പോയത്തിന്റെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ദ പോയം പ്രസൻസ് ദ ഹീലിംഗ് ഓഫ് ബ്ലാക്ക് വുമൺ വയ ദ ഹോപ്പ് ഫോർ ദാറ്റ് ജസ്റ്റിസ്. നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷ കൊണ്ട് സ്വന്തം മുറിവ് ഉണക്കപ്പെടുന്ന ഒരു കറുത്ത വർഗക്കാരിയായ സ്ത്രീയെ പ്രസന്റ് ചെയ്യുകയാണ് ഈ ഒരു പോയം. ഇൻ ദ ഓപ്പണിംഗ് സ്റ്റാൻസ ഷീ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഷീ ഹാഡ് സഫേർഡ് എ ലോട്ട് ഇൻ ഹെർ ലൈഫ് ആസ് എ ഡാർക്ക് ഗേൾ. ഇൻ ദ ഓപ്പണിംഗ് സ്റ്റാൻസ, ക്രിക്കറ്റിലൊക്കെ ഓപ്പണർ എന്ന് പറഞ്ഞാൽ ആ തുടക്കക്കാരെന്നല്ല അർത്ഥം, ആദ്യം ബാറ്റ് ചെയ്യുന്ന ആളുകളല്ലേ ഓപ്പണർ എന്ന് പറയുക. അതുപോലെ തന്നെ ഇൻ ദ ഓപ്പണിംഗ് സ്റ്റാൻസ, പദ്യം തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റാൻസകളിൽ ഷീ മേക്സ് ഇറ്റ് ക്ലിയർ, അവർ ക്ലിയർ ആക്കുന്നു ദാറ്റ് ഷീ ഹാഡ് സഫേർഡ് എ ലോട്ട് ഇൻ ഹെർ ലൈഫ്. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ആസ് എ ഡാർക്ക് ഗേൾ, ഒരു കറുത്തവർഗക്കാരിയായ പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക്. ഹെർ തിൻ ഷൂ ഷോസ് ഹൗ പുവർ ഷീ വാസ്.
അവരുടെ ഷൂസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, വളരെ തിന്നാണ്, തേഞ്ഞ ഒരു ഷൂ ആണ്. അത് നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? ഇറ്റ് ഷോസ് ഹൗ പുവർ ഷീ വാസ്, എത്രത്തോളം പാവപ്പെട്ടവരാണ് അവർ എന്ന്. ആൻഡ് ഇറ്റ് റിവീൽസ്, അത് തുറന്നു കാണിക്കുന്നു, ഹെർ ഹാർഡ്ഷിപ്സ്, അവരുടെ കഷ്ടപ്പാടുകൾ. ഷീ എക്സ്പീരിയൻസ് ദെൻ, പിന്നീട് അനുഭവിച്ച അവരുടെ കഷ്ടപ്പാടുകളും ഇത് തുറന്നു കാണിക്കുന്നുണ്ട്. ഷീ റിവീൽസ് ഹെർ ഫിസിക്കൽ ഡിമെറിറ്റ്സ് ത്രൂ ദ ലൈൻസ്, ഈ വരികളിലൂടെ അവരുടെ ശാരീരിക വിഷമതകളെക്കുറിച്ച്, ശാരീരിക വൈകല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. റോട്ടഡ് ടീത്ത് ഈസ് ഓൾസോ എ റിഫ്ലക്ഷൻ ഓഫ് ദ റോട്ടഡ് റേഷ്യൽ ബാരിയേഴ്സ്. ഇവിടെ റോട്ടഡ് ടീത്ത് എന്നുള്ളൊരു പ്രയോഗമുണ്ട്, കേടുവന്ന പല്ലുകൾ. അതെന്താണ്? ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ്, അതെന്ന് പറയുന്ന ഒരു പ്രതിബിംബമാണ്. എന്തിൻ്റെ പ്രതിബിംബമാണ്? ഓഫ് ദ റോട്ടഡ് റേഷ്യൽ ബാരിയേഴ്സ്. സമൂഹം തന്നെ കേടുവന്നതാണ്. അവിടെ ആകെ വർഗ വിവേചനമാണ്, വർഗ ഡിസ്ക്രിമിനേഷൻ ആണുള്ളത്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞ തടസ്സങ്ങൾ എന്നാണല്ലോ. അവിടുത്തെ വർഗപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളുടെയും ഒരു പ്രതിബിംബമാണ് റോട്ടഡ് ടീത്ത് എന്നുള്ള പ്രയോഗം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഷീ ലോസ്റ്റ് വൺ ഓഫ് ഹെർ ഐസ് ഇൻ ഹെർ ചൈൽഡ്ഹുഡ് ആൻഡ് ഷി വാസ് അൺഏബിൾ ടു ഹിയർ പ്രോപ്പർലി. അവരുടെ 2 ഫിസിക്കൽ ഡീമെറിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. എന്താണത്? ഷീ ലോസ്റ്റ് വൺ ഓഫ് ഹെർ ഐസ്, കണ്ണിൽ ഒന്ന് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ മര്യാദയ്ക്ക് കേൾക്കാനും പറ്റില്ല. ബ്ലാക്ക് ഗേൾസ് ലൈക്ക് ഹെർ ഡിഡ് ഓൾ ദ ഹൗസ് ഹോൾഡ് കോഴ്സ്, എല്ലാവിധ ജോലികളും ചെയ്യുന്ന ആളുകളാണ് അവളെ പോലെയുള്ള കറുത്തവർഗ്ഗക്കാരിയായ പെൺകുട്ടികൾ. ദേ ആർ ലിവിങ് എ റോട്ടഡ് ലൈഫ് ഒബേയിങ് വൈറ്റ്സ് ആൻഡ് ആക്സെപ്റ്റിംഗ് ദ ഡൊമിനൻസ് ഓഫ് മെൻ. അവർ വളരെ മോശമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്, വൈറ്റ്സിനെ അനുസരിച്ചുകൊണ്ട്, വെള്ളക്കാരെ അനുസരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ആൺമേൽക്കോയ്മയെ, ഡൊമിനൻസ് എന്ന് വെച്ചാൽ മേൽക്കോയ്മ എന്ന് പറയും, ആ ഒരു ആധിപത്യമില്ലേ, ആണിൻ്റെ ആധിപത്യം, അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള നശിച്ച ജീവിതം. ദ വേർഡ്സ് റോട്ടിംഗ്, wounded, rotting and wounded throws light to gender and racial discriminations. ഈ 2 വാക്കുകളും അവരനുഭവിച്ച കഷ്ടതകളെ സൂചിപ്പിക്കുന്നു. ഇറ്റ് ത്രോസ് ലൈറ്റ് ടു ജെൻഡർ ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ലിംഗവിവേചനം, അതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. വർഗവിവേചനമാണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്നതാണ് ഈ 2 വാക്കുകൾ. നെക്സ്റ്റ് പാരഗ്രാഫ്. വെൻ ഷീ ടേൺസ് എ വുമൺ, അവർ പിന്നീട് ഒരു സ്ത്രീയായിട്ട് മാറുമ്പോൾ, ഗേളിൽ നിന്ന് വിട്ടിട്ട് വുമൺഹുഡിലേക്ക് വരുന്ന സമയത്ത്, ഹെർ ഡെസ്പറേറ്റ് മൂഡ് ഷിഫ്റ്റ്സ് ടു ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം, അവരുടെ നിരാശാജനകമായ മാനസികാവസ്ഥ പിന്നീട് ശുഭാപ്തി വിശ്വാസത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. നല്ലത് വരും എന്നുള്ള ഒരു ഹോപ്പിലേക്ക്, പ്രതീക്ഷയിലേക്ക് അവരുടെ മനസ്സ് മാറുന്നു. ഷീ ഡസൻ വാണ്ട് ടു ലെറ്റ് അതേഴ്സ് സഫർ എനി ലോങ്ങർ, അവരുടെ മനസ്സ് മാറുന്നതോടുകൂടി ഒരു കാര്യം കൂടി സംഭവിക്കുകയാണ്, മറ്റുള്ളവരും കൂടി തൻ്റെ കഷ്ടതകളിൽ നിന്ന് മോചിതരാകണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവുകയാണ്. ഷീ ഡസൻ വാണ്ട് ടു ലെറ്റ് അതേഴ്സ്, മറ്റുള്ളവരെയും അതിന് സമ്മതിച്ചുകൂടാ, അനുവദിച്ചുകൂടാ. എന്തിന്? സഫർ എനി ലോങ്ങർ, ഇനി അങ്ങോട്ട് കഷ്ടപ്പെടാൻ. ദിസ് ഹോപ്പ് വുഡ് എൻലൈറ്റൺ ബോത്ത് ദ റൈറ്റർ ആൻഡ് ഓൾ ആഫ്രിക്കൻ അമേരിക്കൻ വുമൻ. ഇത് തീർച്ചയായിട്ടും പ്രകാശിപ്പിക്കും, സന്തോഷിപ്പിക്കും, ബോത്ത് ദ റൈറ്റർ, എഴുത്തുകാരിയെയും, ആൻഡ് ഓൾ ആഫ്രിക്കൻ അമേരിക്കൻ വുമൻ, അവിടുത്തെ കറുത്തവർഗ്ഗക്കാരിയായ സ്ത്രീകളെയും. അവർക്കൊരുപാട് ഈ ഹോപ്പ് ആശ്വാസം നൽകുമെന്നാണ്. ആസ് ഷീ ഗ്രൂ, അവർ വളർന്നപ്പോൾ, ഷീ റിപ്പയേഴ്സ് ദ തിങ്സ് റോട്ടഡ്, കേടുവന്ന കാര്യങ്ങളെല്ലാം നന്നാക്കുകയാണ്. ഷീ സീസ് ആൻഡ് ഹിയേഴ്സ് വാട്ട് ഷീ ആസ് എ ബ്രേവ് ആക്ടിവിസ്റ്റ് മസ്റ്റ് സീ ആൻഡ് ഹിയർ. അവർ കേൾക്കുന്നു, അവർ കാണുന്നു, എന്താണോ ഏറ്റവും ധീരയായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് കേൾക്കുകയും കാണുകയും ചെയ്യേണ്ടത്, അതൊക്കെ ഇവരും കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. ഷീ ഓൾട്ടേഴ്സ് ഹെർ ഇൻഫീരിയർ കോംപ്ലക്സസ്, അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ മനസ്സിലെ ഇൻഫീരിയർ കോംപ്ലക്സ് ഒക്കെ മാറ്റുകയാണ്. താൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്ത, അതിനാണ് ഇൻഫീരിയർ കോംപ്ലക്സ് എന്ന് പറയുക. എന്നിട്ട് അത് എന്താക്കിയിട്ട് മാറ്റുന്നു? ഷീ ചേഞ്ചസ് ഇറ്റ് ടു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, തൻ്റെ ഉന്നമനത്തിനുള്ള പടവുകളായിട്ട് കാണുകയാണ്. അതിൽ ചവിട്ടി ഇൻഫീരിയർ കോംപ്ലക്സിനെയൊക്കെ ചവിട്ടി ഇല്ലാതാക്കി മുകളിലേക്ക് കയറിപ്പോകാൻ അവർക്ക് നല്ലവണ്ണം കൈവരുന്നു. ദാറ്റ് സെൽഫ് ഹീൽ ഡാർക്ക് വുമൺ ഈസ് നൗ കേപ്പബിൾ ഓഫ് ലിസണിങ് ടു ദ പ്രോബ്ലംസ് ഓഫ് അതർ വുമൺ. അങ്ങനെ സ്വയം മുറിവുണക്കപ്പെട്ട ഡാർക്ക് വുമൺ, ഷീ ഈസ് നൗ കേപ്പബിൾ ഓഫ്, അവർക്കിപ്പോൾ കഴിവുണ്ട് എന്തിന്? ലിസണിങ് ടു ദ പ്രോബ്ലംസ് ഓഫ് അതർ വിമൻ, മറ്റുള്ള സ്ത്രീകളുടെ പ്രോബ്ലംസ് കേൾക്കാൻ. ഷീ അഡ്രസ്ഡ് ദ ഒപ്രസ്ഡ് പീപ്പിൾ ഇൻ അമേരിക്ക ആസ് എ പ്രൗഡ് സെൽഫ് എംപവേർഡ് വുമൺ. അമേരിക്കയിലെ അടിച്ചമർത്തപ്പെട്ട ആളുകളെ അവർ അഡ്രസ്സ് ചെയ്യുകയാണ്. എന്താണ് അഡ്രസ്സ് ചെയ്യുക? വേദിയിലൊരു സ്പീക്കർ ഉണ്ടെങ്കിൽ, അതായത് പ്രാസംഗികനുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ അഭിസംബോധന ചെയ്യുന്നത്, ഇപ്പോഴാണ് ആ വാക്ക് കിട്ടിയത് പറഞ്ഞു വന്നപ്പോൾ, അഭിസംബോധന ചെയ്യുക. ഷീ അഡ്രസ്സസ് ദ ഒപ്രസ്ഡ് പീപ്പിൾ ഇൻ അമേരിക്ക ആസ് എ പ്രൗഡ് സെൽഫ് എംപവേർഡ് വുമൺ. അഭിമാനിയായിട്ടുള്ള ഒരു സ്വയം ശാക്തീകരിക്കപ്പെട്ട സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് ഇവർ അവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്യുന്നത്. Justice and hope become interchangeably important in the survival of society that continuously struggles with the evils, racism and slavery. ജസ്റ്റിസും ഹോപ്പും, നീതിയും പ്രതീക്ഷയും,
become interchangeably important. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് അല്ലേ? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിൽ? ഇൻ ദ സർവൈവൽ ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ അതിജീവനത്തിന് ഇത് രണ്ടും അത്യാവശ്യമാണ്. എങ്ങനത്തെ സമൂഹമാണ്? ദാറ്റ് കണ്ടിന്യൂസ്ലി സ്ട്രഗിൾസ് വിത്ത് ദ ഈവിൾസ്. അവിടുത്തെ പൈശാചികത്വത്തിന് വിധേയരായി ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന, ഒരുപാട് കഷ്ടപ്പെടുന്ന സൊസൈറ്റിയുടെ അതിജീവനത്തിന് ജസ്റ്റിസും ഹോപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ഈവിൾസ് എന്നാണ് പറയുന്നത്? റേസിസവും സ്ലേവറിയും. നെക്സ്റ്റ് പാരഗ്രാഫ്. ദോ ഇൻ ഫ്രീ വേഴ്സ്. ഇനി അടുത്തത് അവിടുത്തെ ആ പോയത്തിലത്തെ പോയറ്റിക് ഡിവൈസസ്, ലിറ്റററി ഡിവൈസസ്, ഫിഗർ ഓഫ് സ്പീച്ച്, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഫ്രീ വേഴ്സിലാണെങ്കിലും, അതായത് വലിയ റൈം സ്കീമൊന്നും ഇല്ലെങ്കിലും, ദ പോയം ഈസ് പ്രസൻറ്റഡ് യൂസിങ് എ നമ്പർ ഓഫ് ലിറ്റററി ഡിവൈസസ്. ഇതിലൊരുപാട് സാഹിത്യ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് എ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അറിയാത്തവരൊന്ന് ഇനി ഒന്നുകൂടി കേട്ട് നോക്കുക. ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് എ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ടൈറ്റിൽ തന്നെ റിമെമ്പർ മീ എന്നുള്ളതാണ്. അതൊരു റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ടു ദ സൊസൈറ്റി വേർ ഷീ ലിവ്സ്. അവിടെ ജീവിക്കുന്ന സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ഈസ് നോൺ ബട്ട് ഷീ ആസ്ക് ദ ക്വസ്റ്റ്യൻ. വി ഓൾസോ സീ റിപ്പീറ്റേഷൻ. അവിടെ കാണുന്ന മറ്റൊരു ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. ആൻഡ് മേക്സ് ദ ഐഡിയ ക്ലിയറർ ബൈ റിപ്പീറ്റിംഗ്. അവിടെ ഒരു ഐഡിയ, ഒരാശയം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൽ പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത്? ഐ ആം ദ ഗേൾ ആൻഡ് ഐ ആം ദ വുമൻ അല്ലേ? സ്ത്രീ ആയതിൽ ഒരഭിമാനമുണ്ട്, പ്രത്യേകിച്ചും കറുത്തവർഗ്ഗക്കാരിയെ, ഡാർക്ക് ഗേൾ എന്നുള്ളതും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെനിക്കൊരു പ്രശ്നമില്ല, അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് ഊന്നി പറയുകയാണ്. അടുത്തത് നമുക്ക് കാണാവുന്നത് അസൊനൻസ് ആണ് അതിലുള്ളത്. അസൊനൻസ് എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ട്സ് ഇങ്ങനെ ഒരു വരിയിൽ അടുപ്പിച്ച് വരുന്നതിനെയാണ്. എ ഇ ഐ ഒ യു എന്നുള്ള സൗണ്ട്സ് ഇല്ലേ, അത് അടുപ്പിച്ച് വരിക. ഉദാഹരണത്തിന് ദ ഇയർ ദാറ്റ് ഹിയേഴ്സ്. ഇയ എന്നുള്ള ഒരു സൗണ്ട് ഉണ്ട്, ഹിയർ എന്നുള്ളതിലും ഇയ എന്നുള്ള സൗണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വരിയിൽ ഇയ എന്നുള്ള സൗണ്ട് ഇങ്ങനെ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് അസണൻസ് ആണ്. അങ്ങനെയുള്ള അസണൻസ് ഇറ്റ് ആഡ്സ് കളേഴ്സ് ടു ദ ലൈൻസ്. അത് വരികൾക്ക് നിറം പകരുന്നു എന്നാണ്. ഇൻ ദ കൺക്ലൂഷൻ, പദ്യത്തിൻ്റെ അവസാനം, ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ആർ കമ്പയർഡ് ടു ടു ഫ്ലവേഴ്സ്. ജസ്റ്റിസും ഹോപ്പും അതിനെ രണ്ട് പുഷ്പങ്ങളോട് കമ്പയർ ചെയ്തിട്ടുണ്ട്. വേ വി സി മെറ്റഫർ. അവിടെ ലൈക്കും മാസും ഒന്നും ഉപയോഗിച്ചിട്ടല്ല കമ്പയർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അതിനെ മെറ്റഫർ എന്ന് നമുക്ക് വിളിക്കാം. ലാസ്റ്റ് കൺക്ലൂഷൻ. വാക്കർ ടെൽസ് ഹെർ ഓഡിയൻസ് ലെറ്റ്സ് ബിഗിൻ. വാക്കർ ആഹ്വാനം നടത്തുകയാണ് അവസാനം ഓഡിയൻസിനോട്, ലെറ്റ് അസ് ബിഗിൻ, നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിൽ. എന്ത് സ്ട്രഗിളാണ്? ദ സ്ട്രഗിൾ ടു എസ്റ്റാബ്ലിഷ് ദോസ് ട്വിൻ ഫ്ലവേഴ്സ്, ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ആസ് ദ റിയാലിറ്റി. നീതിയും പ്രതീക്ഷയും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, രണ്ട് പൂക്കളാണല്ലേ നീതിയും പ്രതീക്ഷയും, ഈ രണ്ട് പൂക്കളും സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് ആഹ്വാനം ചെയ്തിട്ടാണ് അവർ പോയം അവസാനിപ്പിക്കുന്നത്. ഷീ വാണ്ട്സ് ടു സീ ദ വുമൻ ഹോപ്പ്ഫുൾ. അവരുടെ ആവശ്യം ഇതാണ്, സ്ത്രീ എപ്പോഴും പ്രതീക്ഷയാൽ ജീവിക്കണമെന്ന്. പ്രതീക്ഷയറ്റ് ജീവിക്കേണ്ടവരല്ല അവർ. ദസ് ദേ വുഡ് ബി ഏബിൾ ടു ലീവ് എ ഫുൾ ലൈഫ്. അങ്ങനെയാണ് അവർക്ക് ആസ്വാദ്യകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുക. ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. വിവേചനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട്. ഇൻ ഷോർട്ട്, ദ പോയം എക്സോർട്സ് വുമൻ. ചുരുക്കി പറഞ്ഞാൽ ഈ പോയം ആവർത്തിച്ച് പറയുന്നത് സ്ത്രീകളോട് എന്താണെന്ന് വെച്ചാൽ, ഇൻ സ്പൈറ്റ് ഓഫ് ഹെർ നാഷണാലിറ്റി ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് ഫ്രീ ഹെയർസെൽഫ് ഫ്രം ഓൾ സോർട്സ് ഓഫ് ബോണ്ടേജ്. ഒരു സ്ത്രീ ഏത് രാജ്യക്കാരിയോ ആയിക്കോട്ടെ, ഏത് വർഗ്ഗക്കാരിയോ ഏത് രാജ്യക്കാരിയോ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യണം? ദേ മസ്റ്റ് സ്റ്റേ സ്ട്രോങ്. അവരോട് ഊന്നി പറയുകയാണ് ശക്തിയായിട്ട് നിലകൊള്ളാൻ. ആൻഡ് ഫ്രീ ഹെയർസെൽഫ് ഫ്രം ഓൾ സോർട്സ് ഓഫ് ബോണ്ടേജ്. എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ് അവളെ സ്വതന്ത്രയാക്കാൻ വേണ്ടി സ്വയം സ്വതന്ത്രയാവുക, സ്വയം ശക്തയാവുക. ഇതാണ് നമ്മുടെ ഈ പോയത്തിൻ്റെ ഒരു തീം ചുരുക്കി പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.